തവള ചെയ്യുന്ന ധർമ്മം ആലോചിച്ച് നോക്കൂ. ഓരോ തവളയും പോയിരുന്ന് 20, 30 ഇതിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ചാഴി തവള കൊതുകിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തവളകളെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് നമ്മൾ ഗുഡ് നൈറ്റ് മേടിക്കാൻ ഗുഡ് നൈറ്റിൻ്റെ ചിലവ് എത്രയാണ്? ആ ഗുഡ് നൈറ്റ് ശ്വസിച്ചിട്ട് നമ്മുടെ കൊച്ചിനോ നമുക്കോ ഉണ്ടാകുന്ന ബ്രോങ്കൈറ്റിക് ആസ്മയ്ക്കോ മറ്റേതെങ്കിലും സാധനത്തിനോ ജയിക്കുന്ന മരുന്നിൻ്റെ ചിലവ് എത്രയാണ്? ഇക്കോസിസ്റ്റം സർവീസ് നമുക്ക് അൺകൗണ്ടബിൾ ആണ്. അത് വാല്യൂ ചെയ്യാൻ പറ്റുന്നതല്ല ഇൻ ടേംസ് ഓഫ് മണി. അത്രയേറെ സെൻസിറ്റീവായ ഇക്കോസിസ്റ്റത്തിൽ 200 സ്പീഷീസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 200, 199 വാദിക്കുന്നവരുണ്ടാകാം. പക്ഷേ എൻ്റെ അറിവിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും, ഓരോ ദിവസവും. ആ കെട്ടിടം ഓരോ ദിവസവും ഈ ഇഷ്ടികകൾ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ കെട്ടിടത്തിൻ്റെ മുകളിലിരുന്ന് നോക്കുമ്പോൾ മനുഷ്യനോട് മതങ്ങൾ പറയുന്നു, മനുഷ്യ നീ വളരെ 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 ഉയരത്തിലാണ്. 200 ഇഷ്ടിക വീഴുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇപ്പം ആദ്യം അതൊരു പ്രശ്നമേ ആയിരുന്നില്ല കേട്ടോ. ഇപ്പം പരിസ്ഥിതി ബോധം പൊതുവിലുണ്ടായപ്പോൾ മതം പറയുന്നു ഇതൊരു പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്, ഇതെങ്ങനെ പരിഹരിക്കാം? ഈ കെട്ടിടം ഉണ്ടാക്കിയവൻ അതിനുള്ള വഴിയും കണ്ടിട്ടുണ്ട്. നീ അതിനെപ്പറ്റി ബേജാറാവണ്ട. പൊളിയുന്ന അവസാന നിമിഷം വരെയും ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷെ താഴെ വീഴുമ്പോൾ അവസാനം നിങ്ങൾ തറയിൽ ചെന്ന് പതിക്കും. നിങ്ങൾ തറയിൽ ചെന്ന് പതിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നം നിങ്ങൾ മാത്രമല്ല പതിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് പതിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 21 ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ മരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഒരാൾക്കും ആത്മഹത്യ ചെയ്യാനുള്ള അവകാശമില്ല. നിങ്ങൾ റൈറ്റ് ടു ലൈഫ് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അപ്പോൾ റൈറ്റ് ടു ലൈഫ് ഞാൻ വിൽക്കാനോ എൻ്റെ ജീവിക്കാനുള്ള അവകാശം ഞാൻ ഒരു മുദ്രപത്രം എഴുതി ഞാൻ ആത്മഹത്യ ചെയ്യാൻ വിളിച്ചു പറ്റില്ല. അത് കുറ്റകൃത്യമാണ്. നിങ്ങൾക്കെതിരെ കേസെടുക്കും. തോറ്റാൽ. ജയിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, തോറ്റാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും. ജയിച്ചാൽ നിങ്ങളെ പ്രേരിപ്പിച്ചവൻ കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാനുള്ള അവകാശം നിങ്ങളുടെ ശരീരത്തിൻ്റെ മുകളിൽ പുറത്തു പോലും ഇല്ലെങ്കിൽ, നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഈ സ്കൂൾ കെട്ടിടം അല്ലെങ്കിൽ ഈ ക്ലാസ് മുറി നശിപ്പിക്കാനും ഇനി ആരും ഇവിടെ ഇരിക്കണ്ട എന്ന് തീരുമാനിക്കാനും നിങ്ങൾ ആരാണ്? വേണ്ട. ക്ലാസ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഞാനും നിങ്ങളും ഈ ക്ലാസ് മുറിയിലാണ് പഠിക്കുന്നത്. നിങ്ങൾ തിങ്കളാഴ്ച തീരുമാനിക്കുന്നു ഈ ക്ലാസ് മുറി അടിച്ചു പൊളിച്ചേക്കാം. എന്നാൽ എങ്ങനെ തീരുമാനിക്കും? അടുത്ത ജനറേഷനെ ബാധിക്കും എന്ന് പരിസ്ഥിതി പ്രവർത്തകർ 70കളിലും 80കളിലും 90കളിലും പറഞ്ഞുകൊണ്ടിരുന്നത് ഭൂമിക്കൊരു ചരമഗീതമൊക്കെ പാടിയിട്ട് 15-20 വർഷമായുള്ളൂ. ഇപ്പം അടുത്ത ജനറേഷൻ വരെയൊന്നും പോകണ്ടല്ലോ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രശ്നം അല്ലേ? എൻ്റെയും നിങ്ങളുടെയും വീട്ടിലെ കിണറ്റിലെ വെള്ളം താഴുമ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് 10,000 രൂപ കൊടുത്ത് വീണ്ടും കുഴൽക്കിണർ അടിക്കേണ്ടി വരികയാണ്. ഇത് പരിസ്ഥിതി നാശമല്ലേ? എൻ്റെയും നിങ്ങളുടെയും കുട്ടിക്ക് ക്യാൻസർ ഉണ്ടാകുകയാണ്. ഇത് പരിസ്ഥിതി നാശമല്ലേ? കാസർഗോഡ് ഉണ്ടായിരിക്കുന്ന ആളുകൾക്കുണ്ടായത് പരിസ്ഥിതി നാശം കൊണ്ടുണ്ടായതല്ലേ? അത് മനുഷ്യാവകാശ പ്രശ്നമാണോ? കാതിക്കൊടുത്തുണ്ടായത് മനുഷ്യാവകാശ പ്രശ്നമാണോ? കേരളത്തിലുള്ള ആളുകളുടെ വീടുകളിലേക്ക് കിണറ്റിലേക്ക് അവർ ഉണ്ടാക്കിയ, സർക്കാരിൻ്റെ കാശിനുണ്ടാക്കിയൊന്നുമല്ല, സ്വന്തം കാശിന് അധ്വാനിച്ചുണ്ടാക്കിയ കിണറ്റിൽ ഉപ്പുവെള്ളം കയറുന്നു. എന്തുകൊണ്ട്? റിവർ ബെഡ് എന്ന് പറയുന്നത് സീ ബെഡിനേക്കാൾ താഴെയാണ്. മണലുവാരി റിവർ ബെഡ് താണ നിലത്തെ നീരോടുള്ളൂ. അവിടുന്ന് കടൽവെള്ളം ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ ഉപ്പുവെള്ളം കയറി. പരിസ്ഥിതി നാശമല്ലേ? ഇതുണ്ടാക്കുന്ന നഷ്ടം എൻ്റെ പോക്കറ്റിനാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പഞ്ചാര മുട്ടായികൾ കൊടുക്കുകയും ഇതെല്ലാം പ്രശ്നം പരിഹരിക്കാൻ മുകളിലൊരുത്തനുണ്ടെന്ന് പറയുകയും ചെയ്യുന്നതാണ് മതമുണ്ടാക്കുന്ന യഥാർത്ഥ പരിസ്ഥിതി പ്രശ്നം. നമ്മുടെ കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്ന ഒരു മേഖല, ആ മേഖലയുടെ ഒരു പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ, വളരെ സസൂക്ഷ്മം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ചില മതങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിനകത്ത് ചില ബ്രാഹ്മണിക്കൽ എലമെൻറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കുന്നതല്ല, വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആർക്കും മനസ്സിലാവും, യുക്തിയുള്ള ആർക്കും മനസ്സിലാവും. ഇതെനിക്ക് മനസ്സിലായത് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ ചെറിയ പഠിക്കുന്ന കാലം മുതൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്തൊക്കെ ഇതിനെതിരായിട്ടുള്ള കേരളത്തിലെ ഇക്കോ സിസ്റ്റത്തിന്, ഈ ഇക്കോ സ്പിരിച്വാലിറ്റിക്ക് എതിരായിട്ടൊരു ബ്രാഹ്മണിക്കൽ പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെജിറ്റേറിയനിസവുമായി ഇത് ഡയറക്റ്റ്ലി ബന്ധമാണ്. ഇന്നതിപ്പോൾ വളരെ എവിഡൻ്റാണ്. പരിസ്ഥിതി പ്രവർത്തകരെല്ലാവരും സസ്യാഹാരവാദികളാണ്. സസ്യാഹാരം പറയുന്ന ആൾക്കാരല്ല, സസ്യാഹാരവാദികളാണ്. കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ അഥവാ പരിസ്ഥിതി എന്ന വാക്ക് കേരളത്തിൽ പരിചയപ്പെടുത്തിയ ആദ്യത്തെ ആൾ പ്രൊഫസർ ജോൺസിയാണ്. ജോൺസി എഴുതിയ 3 മാസികകളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യൻ സസ്യാഹാരിയല്ല, മനുഷ്യൻ മാംസാഹാരിയല്ല, മനുഷ്യൻ മിശ്രാഹാരിയല്ല, മനുഷ്യൻ സർവാഹാരിയാണ് എന്നാണ്. മനുഷ്യൻ എന്തും കഴിക്കും, തിരിച്ചു കടിക്കുന്നതിനെ പോലും കഴിക്കും. കാരണം എന്താ? മനുഷ്യൻ സർവൈവൽ സ്കില്ലുള്ളൊരു ജീവിയാണ്. ഹോമോസാപ്പിയൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നായരും നമ്പൂരിയും
തീയനെയും ചെവോവനെയും അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും പറ്റിയല്ല പറയുന്നത്. ഭൂമിയിൽ മനുഷ്യൻ എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ എന്തെല്ലാം കഴിക്കാൻ കിട്ടുമോ, ചെടിയാണെങ്കിൽ ചെടി, മൃഗമാണെങ്കിൽ മൃഗം, ഏത് ഫോമിലുള്ള സാധനവും മനുഷ്യൻ കഴിച്ചിരുന്നു. കാരണം എന്താ, സർവൈവൽ എന്നത് മനുഷ്യൻ്റെ അത്യാവശ്യമുള്ളൊരു സംഗതിയായിരുന്നു. അതുകൊണ്ട് മനുഷ്യൻ ഇത് കഴിച്ചിരുന്നു. അതിനെ ശാസ്ത്രീയമായി എഴുത്തുകാരെ ഉദ്ധരിച്ചുകൊണ്ട്, പഠനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ജോൺസി പറയുമായിരുന്നു മനുഷ്യൻ സർവാഹാരിയാണ്. മനുഷ്യൻ്റെ ആഹാരം എന്താണ് എന്ന് യൂണിവേഴ്സലൈസ് ചെയ്യുന്നതിലൊരു കുഴപ്പമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതൊന്ന്. രണ്ട്, പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കാടിനെ തൊട്ടാൽ ഇപ്പോൾ എല്ലാവർക്കും പൊള്ളും. ഒരു സ്ഥലത്ത് വനനശീകരണമുണ്ട്, ഒരു മരം വെട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതിപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ കത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സൈലന്റ് വാലി സമരം ഒക്കെ അതിനൊരു പരിധി വരെ ഗുണം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പശ്ചിമഘട്ടത്തെ തൊട്ടാൽ ഇന്ന് പ്രശ്നമാകും എന്ന് മനസ്സിലായിട്ടുണ്ട്. ക്രിസ്ത്യാനികളാണ് വനം കയ്യേറിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ആൻറ്റി ക്രിസ്ത്യൻ ഒരു ട്രെൻഡ് കേരളത്തിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ അവന്മാർ ഇത് കയ്യേറാനുള്ളവന്മാരാണ്, അത് നശിപ്പിക്കാനുള്ളവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഭൂമി ഇല്ലാതിരുന്നൊരു കാലത്ത് ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരുന്നൊരു വിഭാഗം, ഇഷ്ടംപോലെ പത്തായത്തിൽ നെല്ലുകൊണ്ട് ഇട്ട് തിന്നാൻ കഴിവുണ്ടായിരുന്നൊരു വിഭാഗം, അവർക്ക് പരിസ്ഥിതിയെ നശിപ്പിക്കാതെ ജീവിക്കാൻ കഴിയുമായിരുന്നു. ഭൂമി എങ്ങനെയാണ് ആളുകൾ നശിപ്പിക്കുന്നത്? ഭൂമിയുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു വിഭാഗം ആളുകൾക്ക് ഭൂമിയെ നശിപ്പിക്കാതെ തന്നെ ജീവിക്കാനുള്ള ലാൻഡ് ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. ആ ലാൻഡ് ഓണർഷിപ്പ് മിഡ്ലാൻഡ്സിൽ അവൈലബിൾ അല്ലാതായപ്പോൾ ഓടിക്കപ്പെട്ട ഒരു വിഭാഗം, പ്രത്യേകിച്ച് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്ന, കൃഷിയോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ഒരു ജനറ്റിക് സ്ട്രക്ചറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടായിരുന്ന ആളുകൾ മലയിലേക്ക് കയറുകയും മലയോട് വെട്ടിപ്പൊരുതുകയും അവിടെ കയ്യേറുകയും ചെയ്തു, അല്ലെങ്കിൽ അവിടെ കൃഷി നടത്തുകയും ചെയ്തു. വാട്ടെവർ, ലെറ്റ് ഇറ്റ് ബി. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന ഒരു വിഭാഗം കൂടിയാണ്. കടൽ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അപ്പുറത്ത് നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2/3 ഭാഗവും കടലാണ്. കടലിലെ ജൈവസമ്പത്തെന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ മൊത്തം ജൈവസമ്പത്തിനേക്കാൾ ഒരുപക്ഷെ കൂടുതലായിരിക്കാം. അത് ഓഷ്യനോഗ്രാഫി എക്കോളജിയെപ്പറ്റി പഠിക്കുന്ന ആളുകൾ, ഓഷ്യൻ എക്കോളജിയെപ്പറ്റി പഠിക്കുന്ന ആളുകൾക്കറിയാം. ഇതിനേക്കാൾ സെൻസിറ്റീവായ എക്കോസിസ്റ്റമാണ് കടലിലുള്ളത്. കടലിലെ എക്കോസിസ്റ്റത്തെ പറ്റി കേരളത്തിലുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് വ്യാകുലതകളൊന്നുമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വിഴിഞ്ഞം, വല്ലാർപാടം തുടങ്ങിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട സമരങ്ങൾ പരിശോധിച്ചാൽ മതിയാവും. വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന കോസ്റ്റൽ ഏരിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. കേരളത്തിലെ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയും കേരളത്തിനൊരു തീരദേശ പരിപാലന നിയമവും ഒക്കെ ഉണ്ട്. ഈ നിയമം കർശനമായി നടപ്പാക്കേണ്ടത് കോസ്റ്റൽ ഇക്കോസിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും വലിയ മുറവിളിയുള്ളത് പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നായാലും പുറമേ നിന്നായാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുനിന്നായാലും കാട് തൊട്ടാൽ ഭയങ്കര പ്രശ്നമാണ്, പക്ഷേ കടൽ തൊട്ടാൽ പ്രശ്നമില്ല. ട്രോളർ വള്ളങ്ങൾ വന്ന് അതിനപ്പുറത്തുള്ള വലിയ വലിയ വിദേശ കപ്പലുകൾ വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ മത്സ്യസമ്പത്ത്. മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്നത് മാത്രം, അവരുടെ വല ഈ ഏറ്റവും കണ്ണി കുറഞ്ഞ ദൂരം കുറഞ്ഞ കണ്ണികളുള്ള വലകൾ ഉപയോഗിച്ച് പ്രജനനം നടത്താൻ പോലും സാധ്യമാകാത്ത വിധം മത്സ്യസമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പരിസ്ഥിതി പ്രശ്നമല്ല. പ്ലാസ്റ്റിക് ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാക്കാവുന്ന പരിസ്ഥിതി പ്രശ്നം, നഗരങ്ങളിൽ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നുണ്ടാവുന്ന പരിസ്ഥിതി പ്രശ്നം തുടങ്ങി കടലിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാരകമായ പരിസ്ഥിതി പ്രശ്നത്തെപ്പറ്റി ആരും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറല്ല. മത്സ്യത്തൊഴിലാളികളാണ് ഇതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള വിക്ടിംസ്. അവരവരുടെ ട്രഡീഷണൽ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, ലൈവ്ലിഹുഡ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് അവർ പരിസ്ഥിതിയെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടന തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതാണ്. കാരണം അവരുടെ ലൈവ്ലിഹുഡ് ഇഷ്യൂ ആണ്. പക്ഷെ അവിടെയും പരിസ്ഥിതി പ്രവർത്തകർ സഹായത്തിനില്ല. എന്താ കാര്യം? അത് മീനല്ലേ? മീൻ നമ്മുടെ സബ്ജക്റ്റ് അല്ല. കാരണം എന്താ, നമ്മൾ മീൻ കഴിക്കില്ലല്ലോ, നമ്മൾ പരിസ്ഥിതി പ്രവർത്തകരാണല്ലോ. അത് മീൻ വാരുന്നവരും മീൻ വിൽക്കുന്നവരും മീൻ കച്ചവടം ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രശ്നമാണ്. ഇങ്ങനെ ഒരു തൊട്ടുകൂടായ്മ, ഒരു വേർതിരിവ് ഈ മേഖലയിൽ ഉണ്ട് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും സോക്കോൾഡ് പരിസ്ഥിതി പ്രവർത്തകരുടെയും ക്ലാസ് ഡിഫറൻസിയേഷൻ്റെ ഭാഗമായിരിക്കാം, അവരുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമായിരിക്കാം. തിരുത്തൽ ആഗ്രഹിക്കാത്ത ആളുകളല്ല, പലപ്പോഴും പറഞ്ഞാൽ തിരുത്താൻ തയ്യാറുള്ളവരാണ് പരിസ്ഥിതി പ്രവർത്തകരിൽ പലരും. പക്ഷേ ഫണ്ടമെൻ്റലിസ്റ്റുകളും ഇക്കൂട്ടത്തിൽ കടന്നു വരുന്നുണ്ട്. സംഘപരിവാർ അജണ്ട പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെയും ജൈവ കൃഷിയുടെയും പേരിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത് തമ്മിൽ വേർതിരിക്കപ്പെടാൻ കഴിയാത്ത വിധം കെട്ടുപിരിഞ്ഞ് കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ബിഷപ്പ് പോപ്പ് വരെ പരിസ്ഥിതി പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ വലിയ പ്രശ്നത്തിലാവും.
EMS പറഞ്ഞ പോലെ മനോരമ എന്നെപ്പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വട്ടം ആലോചിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ പോപ്പ് പറഞ്ഞു തുടങ്ങിയെങ്കിൽ നമ്മൾ ഇനി വളരെ കരുതലോടുകൂടിയ പരിസ്ഥിതി പറയാൻ പാടുള്ളൂ. ഞാനും പോപ്പ് ഒരേ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് കുഴപ്പമുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മതം പരിസ്ഥിതി ഏറ്റെടുത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചില ക്ലാസ് താല്പര്യങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വരുന്നത് കൂടി നമ്മൾ വളരെ വിജിലൻ്റായിട്ട് ശ്രദ്ധിക്കുകയും അതേപ്പറ്റി ചർച്ചകൾ ഉണ്ടാക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പശ്ചിമഘട്ടത്തെപ്പറ്റി അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടാത്ത വിധം വളരെ എവിഡൻ്റായി കഴിഞ്ഞു കാര്യങ്ങൾ. നേരിട്ട് പള്ളി രംഗത്തിറങ്ങുന്നു. ഒരു ഇടയലേഖനം ആദ്യമായി ഗാർഗിൽ റിപ്പോർട്ടിനെതിരായി പറയുന്നു. ശുദ്ധ അസംബദ്ധമായിരുന്നു ലേഖനങ്ങളിൽ മിക്കതും. എനിക്ക് വയനാട്ടിൽ ഇതുപോലൊരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളൊരു നോട്ടീസ് കൊണ്ട് തന്നു. ആ നോട്ടീസ് ഇറക്കിയത് തൊട്ട അടുത്തുള്ളൊരു പള്ളിയിലെ വികാരിയാണ്. ആ നോട്ടീസിൽ പറയുന്നു, ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ ഇവിടെ മുഴുവൻ ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് ഡിക്ലെയർ ചെയ്താൽ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ടൈഗർ സോണായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ്. ടൈഗർ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ 7 മണിക്ക് ശേഷം നിങ്ങളുടെ കുട്ടികൾ കരയുകയാണെങ്കിൽ, രാത്രി നിങ്ങളുടെ കുട്ടികൾ കരയുകയാണെങ്കിൽ വന്യജീവികളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ വീടുകൾക്ക് പച്ച പെയിൻ്റ് അടിക്കേണ്ടി വരും. അതുപോലെ നെല്ലിയാമ്പതിയിൽ പോയപ്പോൾ അവിടുത്തെ തോട്ടം തൊഴിലാളികളോട് അവിടുത്തെ ഒരു മത സ്ഥാപനം പറഞ്ഞത്, ഇനി മുതൽ ഇവിടെയൊക്കെ നിങ്ങളുടെ തോട്ടമൊക്കെ പോവും, കാരണം ഇതൊക്കെ സർക്കാർ ടേക്ക് ഓവർ ചെയ്യും, തോട്ടങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയാണ്, എന്നിട്ട് ഏകവിള തോട്ടങ്ങളെല്ലാം മാറ്റും. അപ്പോൾ ഇവിടെ കടുവ സങ്കേതമായിട്ട് ഡിക്ലെയർ ചെയ്യും. കടുവകളെ നോക്കാനുള്ള ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കും, കുട്ടികളെ നോക്കാനുള്ള. ഇവിടെയൊക്കെ ഇങ്ങനെ കടുവ, പശു വരുന്ന പോലെ കടുവ ഇങ്ങനെ വരും, അതിനെ നോക്കാനുള്ള ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കും, അതുകൊണ്ട് സൂക്ഷിച്ചോളൂ എന്നാണ് അത്ര പറഞ്ഞത്. ഇത്ര പച്ച നുണ എഴുതി വിട്ടുകൊണ്ട് പള്ളിയിലച്ചന്മാർ ഒരു ഉളുപ്പുമില്ലാതെ ബിഷപ്പൊക്കെ ഇറങ്ങി നിൽക്കുന്നൊരു കാലം. ബിഷപ്പിൻ്റെ ഇടയലേഖനത്തിൽ പറഞ്ഞത് ആശുപത്രി വരില്ല, സ്കൂള് വരില്ല, വായനശാല വരില്ല, കൃഷി ചെയ്യുന്ന റബ്ബർ മാറ്റി വേറെ എന്തെങ്കിലും കൃഷി ചെയ്യേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, നവംബർ 13 കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാണല്ലോ ഇത്രയും വിവാദം ഉണ്ടാക്കിയത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരാളാണ്, അത് തെറ്റാണ്. പക്ഷേ ആ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ കുറച്ച് ഭാഗമെങ്കിലും പ്രൊട്ടക്ഷൻ ആവുമല്ലോ. ഈ നവംബർ 13, 2013 ഉത്തരവ് നടപ്പാക്കുന്നതിനെതിരായി 2 ദിവസം അടുപ്പിച്ച് ഹർത്താൽ നടത്തുകയും ആകെ 5 ഹർത്താൽ നടത്തുകയും താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുകയും, താമരശ്ശേരി ഇക്കോ സെൻസിറ്റീവ് സോൺ അല്ല എന്ന് ഓർക്കണേ. എങ്ങനെയാണ് താമരശ്ശേരി കത്തിക്കുന്നത്? താമരശ്ശേരി ഈ സോണിൽ പെടുന്ന സ്ഥലമല്ല. അങ്ങനെ കത്തിക്കുകയാണെങ്കിൽ കൽപ്പറ്റയോ ബത്തേരിയോ മാനന്തവാടിയോ ഉള്ള ഓഫീസാണ് കത്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് താമരശ്ശേരി കത്തിച്ചത്? ഏറ്റവും കൂടുതൽ കയ്യേറ്റ കേസുകളുടെ ഡോക്യുമെൻ്റ് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫോറസ്റ്റ് ഓഫീസല്ല അടിച്ചു പൊളിച്ചത്, കത്തിച്ചത് അതിൻ്റെ ഡോക്യുമെൻ്റ് റൂമാണ്. ഭാഗ്യത്തിന് രേഖകൾ അപ്പുറത്തുണ്ടായിപ്പോയി, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും കലാപം ഉണ്ടാക്കി കേരളത്തിൽ 5 ദിവസം ഹർത്താൽ നടത്തിയ നവംബർ 13 ഉത്തരവിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കള്ളപ്രചരണം അഴിച്ചുവിട്ട് ഒരു മതം, കത്തോലിക്ക വിഭാഗം എന്ന് പറയുന്നൊരു മതം രാഷ്ട്രീയത്തിൽ ഇടപെടുകയും KM മാണി വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലം പിടിച്ചെടുക്കാനുള്ളൊരു വേദി ഉണ്ടാക്കുകയും ഒരു MP ജയിക്കുകയും ചെയ്തു. ആ MP എൻ്റെ കൂടി സുഹൃത്തായിരുന്ന, ഹൈക്കോടതിയിലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന, എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആ MP ജോയ്സ് ജോർജ് അതിനുശേഷം ചുരുങ്ങിയത് 1 ഡസൻ ആശുപത്രികളുടെയെങ്കിലും ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ഈ ഓർഡർ നിലനിൽക്കുകയാണ് ഇപ്പോഴും കേട്ടോ, ആ ഓർഡർ പിൻവലിച്ചിട്ടില്ല. ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ തറക്കല്ലിടുന്നതിന് ശേഷമാണ്. അദ്ദേഹം ആ തറക്കല്ലിടൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. അതിനുശേഷം നിരവധി പെട്രോൾ പമ്പുകൾ, റെഡ് കാറ്റഗറിയിൽപ്പെട്ട പെട്രോൾ പമ്പുകൾ അവിടെ ഉണ്ടായി, റെഡ് കാറ്റഗറിയിൽപ്പെട്ട ആശുപത്രികളുണ്ടായി, വായനശാലകളുണ്ടായി, സ്കൂളുകളുണ്ടായി. MP ഫണ്ടിൽ നിന്ന് പോലും എയ്ഡഡ് സ്കൂളുകൾക്ക് വേണ്ടി ഫണ്ട് കൊടുത്ത് അവിടെ മതിൽ കെട്ടുന്ന സംവിധാനങ്ങളുണ്ടായി. ഉളുപ്പും നാണവും ഉണ്ടെങ്കിൽ ഇവർ ഇടുക്കിയിലെ ജനത ഇനി മറുപടി പറയണ്ടേ? വോട്ട് ചെയ്ത ആളുകൾ അറ്റ്ലീസ്റ്റ് പള്ളിയിൽ പോകുമ്പോൾ അച്ഛനോട് ചോദിക്കണ്ടേ, അച്ഛൻ എന്ത് പോക്കൃത്തരോ നിങ്ങൾ പറഞ്ഞത്? ആ നവംബർ 13 ഉത്തരവ് നിലനിൽക്കില്ലേ? നമ്മളാരും ഇറങ്ങിയില്ലല്ലോ, 1.5 കൊല്ലം കഴിഞ്ഞല്ലോ, 2 കൊല്ലം ആകാൻ പോകുന്നല്ലോ. ഇവിടെ എന്താ സ്കൂൾ വരില്ല, കോളേജ് വരില്ല, ആശുപത്രി വരില്ല, നമുക്ക് മെഡിക്കൽ കോളേജ് കിട്ടിയല്ലോ. ശുദ്ധ അസംബന്ധമാണ് പള്ളിയിലച്ചന്മാർ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്, പത്രത്തിലൂടെ അടിച്ചടിച്ച് നടന്നത്. പക്ഷേ എന്തുകൊണ്ടത് വിജയിച്ചു? അത് വിജയിച്ചത് ക്രിസ്ത്യാനിറ്റി തുടക്കത്തിൽ ചെയ്തതുപോലെ, നോക്കൂ ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമി നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. വാഗ്ദത്ത ഭൂമി, അതാണ് എല്ലാ കാലത്തും വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് ആളുകളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പള്ളിക്ക് മനസ്സിലായി, പഴയതുപോലെ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് തരാം ഇത് തരാം. ക്രിസ്ത്യാനിറ്റി നിലനിന്നതിൻ്റെ കഥകളെ പറ്റിയൊന്നും പറയാനിപ്പോൾ സമയമില്ല. സ്വർഗലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് സ്വർഗലോകത്തേക്കുള്ള
കടപ്പത്രം വിറ്റ് പണമുണ്ടാക്കിയ ചർച്ചിനെ പറ്റി ഏതായാലും നിങ്ങൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കടപ്പത്രം വിറ്റു സ്വർഗത്തിലേക്കുള്ളത്. സുഹൃത്തെ, 1000 രൂപയുടെ കടപ്പത്രം നിങ്ങൾ പള്ളിയിൽ പോയി വാങ്ങിച്ചാൽ നിങ്ങൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവും എന്നാണ് ക്രിസ്തീയ സഭ, കത്തോലിക്ക സഭ പ്രചരണം നടത്തി കടപ്പത്രം ഇറക്കി പൈസ ഉണ്ടാക്കി. ഇന്നത് ചിലവാവില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. കർത്താവിനെ വിറ്റ് കച്ചവടം നടത്താനുള്ള കാലഘട്ടം അവസാനിച്ചു. ഇന്ന് ആളുകൾക്ക് പ്രാക്ടിക്കലായി പാർവണം നടത്തുന്നവന് അത് നടത്തണം, പ്രാക്ടിക്കലായി കള്ളവാറ്റ് നടത്തുന്നവന് അത് നടത്തണം, മറ്റേ പെണ്ണ് കച്ചവടം നടത്തുന്നവന് അത് നടത്തണം. അപ്പോൾ എന്താ വഴി? പള്ളിയിലച്ഛൻ പണ്ട് പറഞ്ഞിരുന്ന നുണകൾ പറഞ്ഞ് ക്രിസ്തുവിനെ വിറ്റ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇനി അത് പോരാ. ഇപ്പം കച്ചവടം, ഇടക്കാലത്ത് അവർ കച്ചവടം മാറ്റി. ഏറ്റവും ലാഭമുള്ള കച്ചവടം വിദ്യാഭ്യാസമായി അതിലിറങ്ങി, ആരോഗ്യമായി അതിലിറങ്ങി. ഇതൊക്കെ വലിയ ജനസേവനമാണ്, അതൊക്കെ പള്ളി ചെയ്ത വലിയ സേവനമാണെന്ന് പറയുന്ന ആളുകളുണ്ടാവും. ഞാൻ ആ വിഭാഗത്തിൽ പെടുന്നില്ല. അത് ജനസേവനമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു. ഇന്നത് കച്ചവടമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും കച്ചവട കണ്ണോടുകൂടിയാണ് മാത്രമാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഈ പാവം മണവാട്ടികൾ, ഇവർ മണവാട്ടികളെന്ന് വിളിക്കുന്ന അവരുടെ ആളുകളുടെ ശമ്പളം നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. 20,000 രൂപയുടെ സാലറി സ്ലിപ്പിൽ ഒപ്പിട്ടിട്ട് 2,000 രൂപ കൊടുക്കും, ബാക്കി 18,000 അച്ഛൻ പോക്കറ്റ് വെച്ച് സ്ഥലം വിടും. ഇതാണ് ഈ ചൂഷണമാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. ഇത് ലൈംഗിക ചൂഷണത്തെ പറ്റി ഒന്നും പറയാനുള്ളൊരു വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രകൃതി ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത് അരമനകളിലാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അരമനകളിലും ഇപ്പുറത്ത് ഈ മതമേലധ്യക്ഷന്മാർ ചമഞ്ഞ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരുടെയും ഈ പ്രീസ്റ്റുകളുടെയും പ്രകൃതി വിരുദ്ധ നടപടികൾ അത് വേറെയാണ്. അത് ആ പ്രകൃതി വിരുദ്ധത്തെ പറ്റി നമുക്ക് വേറെ തന്നെ ഒരു ദിവസം നമുക്ക് ഒന്ന് സ്പെഷ്യലൈസ്ഡ് ചർച്ച നടത്തേണ്ടതുണ്ട്. അത്തരം പ്രകൃതി വിരുദ്ധത മാറ്റി നിർത്തിയാൽ ഈ പ്രകൃതി വിരുദ്ധത ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല ആരും. ഈ ചോദ്യം ഡയറക്റ്റായിട്ട് ചർച്ചിനോട് ചോദിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഇത് ചോദിക്കേണ്ട CPM ഈ നുണപ്രചരണങ്ങളുടെ കോളാമ്പിയായി മാറിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം, CPM മാത്രമല്ല, CPM, CPI ഉൾപ്പെട്ട LDF എന്ന് പറയുന്ന മുന്നണി ഇടുക്കിയിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയും ഈ നുണ വാഴ്ത്തിപ്പാടുകയും അതിന് കോളാമ്പിയായി മാറുകയും അത് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയും ചെയ്തു. ഇതാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പശ്ചിമഘട്ടത്തെ നശിപ്പിച്ചതിൽ നിർണായകമായ പങ്ക് മതം വഹിച്ചിട്ടുണ്ട്, അത് നിലനിർത്തുന്നതിലും വഹിക്കുന്നുണ്ട്. അതിൻ്റെ പങ്ക് പറ്റാനാണ് ഇപ്പോൾ RSS ശ്രമിക്കുന്നത്. അപ്പുറത്ത് ഒരു പള്ളി സ്ഥാപിച്ചെങ്കിൽ ഞങ്ങൾ 2 അമ്പലം സ്ഥാപിക്കും. അവിടെ ഒരു മല കയ്യേറിയെങ്കിൽ ഞങ്ങൾ 2 മല കയ്യേറും. അവസാനത്തെ മലയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വയ്ക്കും. നിങ്ങൾക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ അറിയേണ്ടത് വാഗമൺ എന്ന് പറയുന്ന സ്ഥലമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പുൽമേട് മിഡ്ലാൻഡ് ഗ്രാസ്ലാൻഡ്സ്. ഹൈലാൻഡ് ഗ്രാസ്ലാൻഡ്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മിഡ്ലാൻഡ് ഗ്രാസ്ലാൻഡ്സിൽ ഏറ്റവും ഉയർന്ന മിഡ്ലാൻഡ് ഗ്രാസ്ലാൻഡാണ് വാഗമൺ. വാഗമണിലെ പുൽമേട്ടിൽ 1200 ഏക്കറിൽ 400 ഏക്കർ മാത്രമാണ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. ബാക്കി ഇപ്പോഴും ഗവൺമെൻറ് റവന്യൂ വകുപ്പിൻ്റെ കയ്യിലാണ്. ആർക്ക് വേണമെങ്കിലും പതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അവിടെ പള്ളി വന്ന് കയ്യേറി, അവിടെ കുരിശുമല സ്ഥാപിച്ചു. ഇല്ലേ, കുരിശുമല കയറ്റമാണ് വാഗമണിലേക്ക്. പ്ലാസ്റ്റിക് കാരണം അവിടെയെങ്കിലും നിൽക്കാൻ വയ്യ. ഈ കുരിശുമല കയറ്റം തുടങ്ങിയതിന് ശേഷം അവിടെ ഒരു തങ്ങൾ പള്ളി സ്ഥാപിച്ചു. ഇപ്പോൾ തങ്ങൾ പാറയിലേക്ക് കുറേ വർഷങ്ങളായിട്ട് സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ SNDPക്കാർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ SNDPക്കാരോട് പറഞ്ഞു 25 ഏക്കർ സ്ഥലം നിങ്ങൾക്കും തരാം, അതിൻ്റെ മുകളിൽ പതിച്ചു തരാം, നിങ്ങൾ അവിടെ ഒരു അമ്പലം ഉണ്ടാക്കിയോ. SNDP ഇപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 25 ഏക്കർ അവർക്ക് പതിച്ചു കിട്ടി. അതിൻ്റെ പേരാണ് പഴനി ഹിൽസ്, പളനിമല മുരുകനെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ SNDPക്കാർ അവിടെ അമ്പലം പണിയാൻ വേണ്ടി ആളുകളുടെ നിന്ന് 5000 രൂപ ഡൊണേഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ പോയി, കഴിഞ്ഞ തവണ ഞാൻ അവിടെ പോയി. NSS ചോദിച്ചു, അവർക്ക് കൊടുക്കാമെങ്കിൽ ഞങ്ങൾക്ക് തരണം. NSSനും കൊടുത്തു 25 ഏക്കർ. എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ട, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആളുകൾക്ക് കുടിവെള്ളം കുടിച്ച് ജീവിക്കേണ്ട പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നല്ല പ്രദേശം 25 ഏക്കർ വീതം ഈ സാമൂഹ്യ ദ്രോഹികൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചത്. ഒരാളും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഒരു LDFും ഇല്ല, ഒരു പ്രതിപക്ഷ നേതാവും ഇല്ല, ഒരു സാമൂഹ്യ പ്രവർത്തനവും ഇല്ല. ഞങ്ങൾ കുറച്ച് പേര് കേസ് കൊടുത്തു. ആ കേസ് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. നമുക്ക് വക്കീലിനെ എണീപ്പിച്ച് നിർത്താൻ ഓരോ വർഷവും തവണ 5 ലക്ഷം രൂപ ഇല്ലാത്തതുകൊണ്ട് ആ കയ്യേറ്റം അവിടെ ഇങ്ങനെ അഭംഗുരം നടക്കുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പം മതം നടത്തുന്ന പ്രായോഗികമായ പരിസ്ഥിതി വിരുദ്ധത, പ്രകൃതി വിരുദ്ധതയെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ വലിയ പുസ്തകങ്ങൾ എഴുതാം. ജയശങ്കർ പറഞ്ഞ പോലെ 8ാമത് മോതിരത്തെപ്പറ്റി, മനോരമയുടെ അച്ചായൻ എഴുതിയ 8ാമത് മോതിരത്തെപ്പറ്റി ജയശങ്കറാണ് ഏറ്റവും നല്ല ഒരു കുറിപ്പ് എഴുതിയത്. അപ്പോൾ അദ്ദേഹം എഴുതി ഏതാണ്ട് 15 പേജ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി, ഇങ്ങനെ ഓരോ പേജിലും നടക്കുന്ന നുണകളെപ്പറ്റി ഞാൻ എഴുതാൻ നിന്നാൽ ഞാൻ 8ാമത് മോതിരത്തെപ്പറ്റി വലിയ പുസ്തകം എഴുതേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അപ്പം ഇന്ന് പരിസ്ഥിതി പ്രവർത്തകർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആറന്മുളയുടെ ഉദാഹരണം എടുത്താൽ നിങ്ങൾക്ക് ആറന്മുളയിലെ വയലുകളെപ്പറ്റിയും അവിടുത്തെ ഇക്കോസിസ്റ്റത്തെ പറ്റിയും അവിടുത്തെ സർവീസസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ബോധവാന്മാരാക്കി വേണമെങ്കിൽ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ആരും നിങ്ങളുടെ കൂടെ കാണില്ല. എന്താണെന്നറിയോ? ഇത് നികത്തിയിട്ട് എൻ്റെ സ്ഥലം വിറ്റിട്ട് അതിന് 10 രൂപ ലാഭം കിട്ടണമെന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. അപ്പം ഞാൻ കാണുന്ന എളുപ്പവഴി എന്താ?
കൊടിമരം പോകുമെന്ന് പറഞ്ഞാൽ ഒരമ്പലത്തിൻ്റെ കൊടിമരത്തിൽ തൊടാൻ വേണ്ടി ജിജി എന്ന് പറയുന്ന ഒരുത്തനും വേറെ KGS എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി നയിക്കുന്ന ഒരു കമ്പനി വന്ന് അവിടെ സ്ഥലം വാങ്ങിച്ച് പാവപ്പെട്ട ഹിന്ദുക്കളെ, ആകെ കേരളത്തിൽ കുറച്ച് ഹിന്ദുക്കൾ മനസ്സമാധാനമായിട്ട് കഴിയുന്നൊരു സ്ഥലം, അവിടെ വന്ന് ഇവൻ്റെ വിമാനത്താവളം വരും, ഇവൻ്റെ കള്ളക്കടത്ത് വരും, അമേരിക്കയിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഇവിടെ വന്നിറങ്ങും. അതിപ്പോൾ തൽക്കാലം വേണ്ട, അത് ഞങ്ങളുടെ കൊടിമരം പൊളിച്ചിട്ട് അത് വേണ്ട. ഇതാണ് എളുപ്പമായി കച്ചവടം. കേരളത്തിൽ കത്തിപ്പിടിക്കുക എന്ന് പറയും. ഏത് സാധനവും കത്തിച്ചാലേ ഇപ്പം അതിൻ്റെ റിസൾട്ടുള്ളൂ. ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർ സുഹൃത്തുക്കളായിട്ടുള്ളവരോട് ചോദിച്ചാൽ മതി, 11 മണിക്ക് ഞാൻ ഒരു സാധനം കത്തിക്കുന്നുണ്ടെന്ന് പറയും. ഈ കത്തിക്കലാണ് എല്ലാ ദിവസവും, കത്തുന്ന സാധനം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു സംഗതി ആറന്മുളയിൽ കിട്ടുന്ന ഇത് മാത്രമാണ്. ബാക്കി എന്ത് സാധനം നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ആളുകൾ നിൽക്കില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ നേരെ RSS വിരിച്ച വലയിൽ പോയി വീണു. RSS പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് ഈ ഇടപെടൽ നടത്തുന്ന ആളുകളുടെ മിടുക്ക് പോലിരിക്കും. സത്യത്തിൽ കിറ്റ്കോയുടെ റിപ്പോർട്ടിൽ ഉയർന്നു നിൽക്കുന്ന ആ സ്തംഭം മാറ്റി സ്ഥാപിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടിമരമായി വ്യാഖ്യാനിച്ചതും അത് ഗോപുരമായി വ്യാഖ്യാനിച്ചതും ഒക്കെ അവരുടെ മിടുക്കാണ്. അതാണ് പക്ഷേ ആ വിഷയത്തെ ഇത്രയേറെ കത്തിച്ചതും ഇത്രയേറെ അക്സെപ്റ്റബിലിറ്റി ഉള്ള സാധനമാക്കി മാറ്റിയിരുന്നു. അപ്പോഴാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ചേരിതിരിവ് അവിടെ വന്നത്. വാസ്തവത്തിൽ അതിൻ്റെ മെറിറ്റ് പറഞ്ഞാൽ ജയിക്കാവുന്നൊരു കേസായിരുന്നു. അതിനെ ഇത്തരത്തിലുള്ള സാധനങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്തിന്? ആറന്മുള കേസ് ഗ്രീൻ ട്രൈബ്യൂണലിൽ നടക്കുമ്പോൾ ഗ്രീൻ ട്രൈബ്യൂണലിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വാദഗതികൾ നിയമപരമായ വാദഗതികളാണ്. അക്രഡിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ, ഇതുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ സംഗതികളാണ്. പക്ഷേ RSS അതിൽ കക്ഷി ചേർന്നുകൊണ്ട്, കുമ്മനം രാജശേഖരൻ കക്ഷി ചേർന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ മുഴുവൻ വാദഗതികളും അവിടുത്തെ കൾച്ചറൽ ഇമ്പോർട്ടൻസിനെ പറ്റിയും അവിടുത്തെ ഡയറ്റി, അവിടുത്തെ പ്രീസ്റ്റ്, അവിടുത്തെ ദൈവവുമായി ഈ എന്ത് സാധനം ഉപയോഗിച്ചുകൊണ്ടാണ്, എന്തോ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. ഇങ്ങനെ അമ്പലത്തിലുള്ള പ്രീസ്റ്റ് അവിടുത്തെ ഈ ഡയറ്റിയുമായി, അവിടുത്തെ വിഗ്രഹവുമായി നടക്കുന്ന മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷന് ഇതിൻ്റെ ശബ്ദം വിഘാതമാകും എന്നാണ് അവിടെ വാദിച്ചത്. ഈ വാദം കേട്ട് അവിടുത്തെ ജഡ്ജി പൊട്ടിച്ചിരിച്ചു. ജസ്റ്റിസ് ചൊക്കലിംഗം അറിയപ്പെടുന്ന ഒരു ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നതും മറ്റൊരു ഭക്തിയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ജഡ്ജി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്ത്യയിൽ വിമാനത്താവളങ്ങളുടെ അടുത്തൊന്നും അമ്പലങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചു. പ്രധാനപ്പെട്ട 2-3 അമ്പലങ്ങളുടെ പേര് അദ്ദേഹം പറഞ്ഞു, 5000 വർഷമെങ്കിലും പഴക്കമുള്ള അമ്പലങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഇന്ന വിമാനത്താവളങ്ങളുടെ പരിസരത്താണ്, അതായത് 1/2 കിലോമീറ്റർ പോലും ഇല്ല അതിൻ്റെ പരിസരത്താണ്. അവിടെ ഒന്നും ഇപ്പോൾ ദൈവങ്ങൾ ഉണ്ടാവില്ലേ, അവർ സ്ഥലം വിട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒച്ച ഈ ഒച്ച പറയുന്നവൻ രാത്രി അടുത്തിരിക്കുന്ന 1 കിലോമീറ്റർ ദൂരത്തുള്ള ആളുകൾ രാത്രി കിടന്നുറങ്ങാത്ത വിധത്തിലുള്ള ശബ്ദമലിനീകരണം നടത്തുന്ന ആളുകളാണെന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. മതത്തെപ്പറ്റി പറയുമ്പോൾ അഡ്രസ്സ് ചെയ്യാത്തൊരു വിഷയമാണ്, വലിയ വിഷയമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി നിയമത്തിൽ നോയ്സ് പൊല്യൂഷൻ ആക്ട് റൂൾസ് അനുസരിച്ച് 65 ഡെസിബിളിൽ കൂടുതൽ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, 10 മണിക്ക് ശേഷം ഉപയോഗിക്കാൻ പാടില്ല, കോളാമ്പി എന്ന് പറഞ്ഞ സാധനമേ ബാൻ ചെയ്തിരിക്കുന്നു കേരളത്തിൽ. അതേപ്പറ്റി പറഞ്ഞാൽ എല്ലാ മതങ്ങളും സംഘടിതമായി അത് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. മതസ്ഥാപനങ്ങൾ കയ്യേറിയിരിക്കുന്ന പൊതുസ്ഥലങ്ങളെ പറ്റി കണക്കെടുത്താൽ വേറെ വരും. കാസർഗോഡ് ജില്ലയിൽ 110 മത കയ്യേറ്റങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ വേറെ. ഞാൻ പറഞ്ഞു ഇത് വളരെ സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യേണ്ട സബ്ജക്റ്റാണ്. കാരണം നാളെ പശ്ചിമഘട്ടത്തിൻ്റെ കാര്യത്തിലും ഈ വേർതിരിവുണ്ടാവും. അമൃതാനന്ദമയി ജനിച്ചപ്പം മുതൽ പരിസ്ഥിതിയാണ് പറയുന്നത്. എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അദ്ദേഹത്തിനോട് ഞാൻ പരിസ്ഥിതിയെ പറ്റി പറഞ്ഞിട്ട് ബോധ്യപ്പെടാത്തത് അങ്ങേർക്ക് ഈ അമൃതാനന്ദമയി പറഞ്ഞത് മനസ്സിലായി. പക്ഷെ പ്രശ്നം എന്താ പറയുക, അമൃതാനന്ദമയി അവിടെ നിൽക്കുന്നത് CRZ വയലേഷനിലാണ്. അമൃതാനന്ദമയിയുടെ ഹോസ്പിറ്റൽ നിൽക്കുന്നത് നിലനിർത്തിയിട്ടാണ്. നിലനിർത്തൽ നിരോധന നിയമം നിലവിലുള്ളപ്പോൾ രാത്രി കമ്പനി കൈക്കൂലി കൊടുത്ത് നിരത്തിയിട്ടാണ്. തൃശ്ശൂർ പുഴക്കൽപ്പാടത്ത് പോയി നോക്കും, അവിടെ വിശ്വവിദ്യാലയം നിൽക്കുന്നത് ഒത്ത പാടത്തിന് നിൽക്കാണ്. എല്ലാ നിയമങ്ങളും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി പണിയാനിരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികം. അപ്പൊ മക്കൾക്ക് ഒരു നിയമവും അമ്മയ്ക്ക് ഒരു നിയമവും. ഇത് തന്നെയാണ് ഗുരുവായൂരപ്പന്റെ കാര്യത്തിലുള്ളത്. ഗുരുവായൂരപ്പൻ ദിവസവും വെണ്ണ നിവേദ്യവും പാലും പഴവും ഒക്കെ കഴിച്ചാണ് ജീവിക്കുന്നത്. ഗുരുവായൂർ വരുന്ന മുഴുവൻ ആളുകളുടെയും മലം തൊട്ടടുത്തുള്ള ചക്കങ്കണ്ടം എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് ഒഴുക്കി വിടുകയാണ്. അവിടുത്തെ 200-ലധികം ലോഡ്ജുകളുടെ മലം. ഈ മലം മുഴുവൻ തിരിഞ്ഞ് ജീവിക്കാൻ ചക്കങ്കണ്ടത്തെ നിവാസികൾ, അവിടുത്തെ ആ നഗരസഭയിലെ ആളുകൾ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടുന്ന് വെള്ളം ഒഴുകി ഗുരുവായൂർ പ്രദേശത്തെ മുഴുവൻ കിണറുകളിൽ ഇപ്പോൾ മലം കലർന്ന വെള്ളമാണ്. ഗുരുവായൂരപ്പന്റെ നേദ്യം ഇപ്പോൾ മലം കലർന്ന കിണറ്റിലെ വെള്ളം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസറോട് ചോദിച്ചു നോക്കൂ. ഗുരുവായൂരെ അകത്തേക്ക് എടുക്കുന്ന കിണറ്റിലേക്ക് എടുക്കുന്ന വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ്
അനുവദിക്കപ്പെട്ട അളവിൽ കൂടുതലാണ്. ശബരിമലയുടെ കാര്യം ഒരു പ്രാവശ്യങ്ങളിൽ പോലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാലോ. പണ്ട് ശബരിമല ശാസ്താവ് മലവെള്ളത്തിൽ കുളിച്ചിരുന്ന ആളാണ്. മലവെള്ളം വരുമ്പോൾ അദ്ദേഹം അതിൽ നീരാട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം മലവെള്ളത്തിലാണ് നീരാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർത്ഥങ്ങളൊന്നും ചെറിയ വ്യത്യാസമൊക്കെ. കോളിഫ്ലവർ ബാക്ടീരിയയുടെ അളവ് 400 ഇരട്ടിയിലുള്ള വെള്ളത്തിലാണ് ശബരിമലയിൽ പായസം വയ്ക്കുന്നത്, നേദ്യം ഉണ്ടാക്കുന്നത്. അതാണ് തീർത്ഥമായ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ തകർത്തുകൊണ്ട് അവിടുത്തെ നിയമം ലംഘിച്ചുകൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കൺസ്ട്രക്ഷൻ സ്റ്റേ ചെയ്യുകയും ആ സ്റ്റേ പിന്നീട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഗ്രീൻ ട്രൈബ്യൂണൽ. അവിടെ നടത്തുന്ന കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടാണ്. ഇനി നോക്കിക്കോളൂ, അവിടെ ചിലവാകാൻ പോകുന്ന ഏറ്റവും കൂടുതൽ CD എങ്ങനെ പരിസ്ഥിതി സംരക്ഷിക്കാൻ പടച്ചോൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള CD ആയിരിക്കും അവിടെ കച്ചവടം ചെയ്യുക. ഇതിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് ഇവർ ഏറ്റെടുക്കുന്നു. കാന്തപുരമായാലും ഏത് മതസംഘടനാ നേതാവായാലും ഇതിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് ഏറ്റെടുക്കുന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുക? ഇവരെ എക്സ്പോസ് ചെയ്യണം. ഇവരെ എക്സ്പോസ് ചെയ്യുമ്പോൾ, വിശ്വാസിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പോസ് ചെയ്യേണ്ടത് കാന്തപുരത്തെ മാത്രമല്ല, കാന്തപുരം അഡ്രസ്സ് ചെയ്യുന്ന യഥാർത്ഥ പ്രിൻസിപ്പിളിനെ കൂടി അഡ്രസ്സ് ചെയ്യണം. അത് വാസ്തവത്തിൽ പലർക്കും പേടിയാണ്. കാന്തപുരത്തിനെതിരായിട്ട് ചിലപ്പം CPM സംസാരിച്ചു വന്നിരിക്കും ചിലപ്പോൾ. പക്ഷേ കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെ CPM തള്ളിപ്പറയില്ല. ആ പ്രത്യയശാസ്ത്രം 1 നൂറ്റാണ്ട് മുമ്പ് മണലാരണ്യത്തിൽ പിറന്ന ഒരു കൾച്ചറിൻ്റെ റിസൾട്ടാണെന്നും ആ കൾച്ചർ കേരളം പോലെ വെള്ളം ശുദ്ധമായി വെള്ളം കിട്ടുന്ന, ഇത്രയും കാടുള്ള, ഇത്രയും മഴ പെയ്യുന്നൊരു സ്ഥലത്ത് ഈ കൾച്ചർ പറിച്ചു നടന്നത് ശരിയല്ല എന്നും പറയാൻ കഴിവുള്ള ആളുകൾ കേരളത്തിൽ ഇല്ലാതെ പോയി. നിസ്കാരവുമായി ബന്ധപ്പെടുത്തി 3 നേരം മതി എന്ന് പറഞ്ഞവൻ ഇപ്പോൾ എവിടെയോ വിശ്രമിക്കുന്നു, അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ പേടി ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് എടുക്കുന്നതിനെതിരായി സംഘടിതമായ ശ്രമം, അത് ഇതുപോലെയുള്ള സംഗതികളല്ല, പോസ്റ്റർ ഒട്ടിച്ച് തന്നെ പറ്റുമെങ്കിൽ നമ്മളൊരു പ്രചരണം നടത്താനാണ്. അത് സൂക്ഷിക്കേണ്ടത് വിഴിഞ്ഞം വരട്ടെ. വിഴിഞ്ഞത്തിനെതിരായി കേസ് കൊടുത്തത് അവിടുത്തെ പള്ളിയിലച്ചനാണ്. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആ പരിസരത്തുള്ള ഒരു പള്ളിയിലച്ചനാണ് അവിടുത്തെ 2 ക്രിസ്തീയ വിശ്വാസികളെ കൊണ്ട് ഡൽഹിയിൽ കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ചത്. അദ്ദേഹം വേറൊരു താല്പര്യം ഉണ്ടായിട്ട് ചെയ്തതല്ല. പള്ളിയിലച്ചന്മാർ പൊതുവെ ആ പ്രദേശത്തുള്ള വിഷയങ്ങളിൽ ഇടപെടും. ഇടുക്കിയിൽ ഇടപെട്ട പോലെ തന്നെ. കാരണം കുഞ്ഞാടുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവും നിങ്ങളും തമ്മിലുള്ള ഇടനിലക്കാരനായിരുന്നു ഞാനെങ്കിൽ, കർത്താവില്ല എന്ന് മനസ്സിലായപ്പോൾ ഇനി ഞാൻ സ്റ്റേറ്റ് നിലനിൽക്കുന്ന പവർ സെൻറ്ററിക്കാണ് സ്റ്റേറ്റും നിങ്ങളും തമ്മിലുള്ള ഇടനിലക്കാരനായി ഞാൻ വർക്ക് ചെയ്യാം. നാളെ സ്റ്റേറ്റ് പോയി വേറൊരാളായി കഴിഞ്ഞാൽ മോഡി വന്നല്ലോ. മോഡി വന്നപ്പോൾ ബിഷപ്പുമാരൊക്കെ പോയല്ലോ ഡൽഹിയിൽ. പോയി മോഡിയെ ഹസ്തദാനം നടത്തി. ഇനി മോഡി നമ്മുടെ ആളാണ്, ഞാനും മോഡിയും, ഞങ്ങളോട് കളിക്കാൻ ആരുണ്ടെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ എല്ലാ കാലത്തും ഇടനിലക്കാരനായി വർക്ക് ചെയ്യുന്ന ഈ മതസ്ഥാപനങ്ങൾ ഇനി പരിസ്ഥിതിയുടെയും ഇടനിലക്കാരായും. അങ്ങനെ അവിടുത്തെ ഒരു പള്ളി വികാരി ഇവരെ കേസ് കൊടുക്കാൻ സഹായിച്ചു. കേസ് കൊടുത്തതിന് ശേഷം ശക്തമായ പ്രചരണം മാധ്യമങ്ങൾ അഴിച്ചുവിട്ട് അത് കേസ് കൊടുത്ത ആളുടെ വീട്ടിൽ അയാൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ അയാൾ കാലുമാറി. അയാൾ പറഞ്ഞു, പള്ളിയിലച്ചൻ പറഞ്ഞെടുത്ത് ഒപ്പിട്ടു എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഇതുള്ളൂ, ഇന്ന അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റും കൈരളിയൊക്കെ അത് വാർത്ത കൊടുത്തു. ഒന്നും പറയണ്ട, പള്ളിയിലച്ചൻ അവിടെ വരാനിരുന്ന നല്ലൊരു പ്രോജക്റ്റ്, ഹിന്ദുക്കളെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റിനെതിരെ ക്രിസ്തീയ വികാരമാണ് സംഭവിച്ചത് എന്ന പേരിൽ ഇത് വർഗീയമായി മാറി. ഞാൻ പശ്ചിമഘട്ടത്തിൻ്റെ വിഷയത്തെ പോലും വർഗീയമായി കണ്ട ഒരാളല്ല. ക്രിസ്തീയ സഭ മാത്രമല്ല അതിനെ എതിർത്തത്. ഇടുക്കിയിലുണ്ടായിരുന്ന NSSഉം SNDPയും RSS ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘടനയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. പള്ളിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമാണോ കേരളത്തിൽ ഭൂമി കയറിയിട്ടുള്ളത്? അപ്പോൾ എന്ന് പറയുന്നത് പോലെ അവിടെ ഒരാൾ കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോൾ അത് പള്ളിയാണ് കേസ് കൊടുത്തത്, ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് നമ്മൾ ഹിന്ദുക്കൾ ഇതിനെതിരായി രംഗത്ത് വരണം എന്ന് പറഞ്ഞത്. ഹിന്ദുക്കളുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ ഇത് പണിയണം. അവിടെ എന്നും ക്രിസ്തീയ വിരുദ്ധമായ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പള്ളിയിലച്ചൻ കേസ് കൊടുത്തു, പള്ളിയിലച്ചന് പണം ചിലവാക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പള്ളിയിലച്ചൻ എവിടെ നിന്നാണ് പണം വരുന്നത്? വിദേശത്തുനിന്ന്. വിദേശ പണമാണ് വിഴിഞ്ഞത്തെ അട്ടിമറിക്കാൻ ഉപയോഗിക്കുന്നത്. പള്ളിയിലച്ചന് വിദേശ ഫണ്ട് വരുന്നു. ഇതൊന്നും 10 രൂപ കൊടുത്ത് വിവരാവകാശം കൊടുത്താൽ ഈ പള്ളിയിലച്ചന് വന്നിരിക്കുന്ന പൈസ എത്രയാണെന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയും, ഇല്ലെങ്കിൽ ജില്ലാ കളക്ടർ പറയും, ഇതിന് അപ്രൂവൽ കൊടുക്കാൻ ചെല്ലുന്ന ഏത് അതോറിറ്റിയും പറയും. അതെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ നുണ ചിലവാവില്ല. അവിടെ വലിയ വർഗീയ വികാരം അഴിച്ചുവിട്ട് സുരേഷ് ഗോപി ഡയലോഗ് അടിച്ച് അദ്ദേഹം പോയി. ഇപ്പോൾ അദ്ദേഹം എത്തേണ്ട സ്ഥലത്ത് എത്തിയല്ലോ. അപ്പം ഇത് വളരെ പ്രധാനമാണ്. നാളെ കൊച്ചിയിൽ വേറൊരു സംഗതി വന്നാൽ ഞാൻ 2 വർഷം മുമ്പ് എൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ വിദേശ മന്ത്രാലയത്തെ അപ്രോച്ച് ചെയ്തിരുന്നു. അല്ല, ഇന്ത്യയിലെ ഹോം മിനിസ്ട്രി അപ്രോച്ച് ചെയ്തിരുന്നു. FCRA ക്ലിയറൻസ് എടുക്കണം. അതുവരെ ഈ 10 ലക്ഷം വരെയുള്ള സ്കോളർഷിപ്പുകൾക്ക് എക്സംഷൻ ഉണ്ടായിരുന്നു. വിദേശ ഫണ്ട് ആണെങ്കിലും സ്കോളർഷിപ്പ് എന്ന നിലയ്ക്ക് UN-ൻ്റെയോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികൾ നൽകുന്നതാണല്ലോ, ഒരു അക്രഡിറ്റഡ് സ്ഥാപനം നൽകുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് ചെറിയൊരു സ്കോളർഷിപ്പ്, ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ പോയപ്പോഴാണ് മനസ്സിലായത്
ഈ ക്ലിയറൻസ് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പോവാതിരിക്കുകയാണ് ഭേദം എന്ന് മനസ്സിലായി. നമ്മൾ അങ്ങനെ കയറി ഇറങ്ങി മടുക്കും. കാരണം 2 തവണ ഡൽഹി പോകാൻ 15,000 30,000 രൂപ ചിലവായി. ഈ 1.5 ലക്ഷം കിട്ടാൻ 30,000 ചിലവാക്കണേലും ഭേദം നമ്മുടെ അമ്മാവന്മാരോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടും പറഞ്ഞാൽ അവരും സംഘടിപ്പിച്ച് ഒരു 1 ലക്ഷം രൂപ. അപ്പോൾ അതുകൊണ്ട് ഫലത്തിൽ അതേസമയം അമൃതാനന്ദമയ്ക്ക് ലാഭമാണ്, 100 കോടി രൂപ കിട്ടും. മറ്റേ ബിഷപ്പിന് ലാഭമാണ്, 150 കോടിയോ 200 കോടിയോ കിട്ടും. ഇങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ ഹോം അഫയേഴ്സിൻ്റെ സംഗതികൾ. അപ്പോൾ ഈ FCRA ക്ലിയറൻസ് സംഘടിപ്പിച്ച ആളുകൾ 32,000 NGOകൾ ഇതിൻ്റെ നിയമം ലംഘിച്ചതായി കണ്ടെത്തി. വിവരാവകാശ നിയമപ്രകാരം എടുത്തപ്പോൾ 28,000 പേര് നിയമം ലംഘിച്ചതായി ഒറ്റ വലിയ ഓർഡറാണ്. നിങ്ങൾ FCRAയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക, കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം അതിലുണ്ട്. 28,000 സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ അർജൻറ്റ് ഈ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ഗ്രീൻ പീസിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു, സസ്പെൻഡ് ചെയ്തു. ഈ 28,000 പേര് ചെയ്തതിലും എന്ത് തെറ്റാണ് ഗ്രീൻ പീസ് ചെയ്തത്? ഗ്രീൻ പീസ് അതിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്തപ്പോൾ ചെറിയ അബദ്ധങ്ങൾ പറ്റി. ഞാൻ ഫോം ഫില്ലപ്പ് ചെയ്ത ഒരാളാണ്. ആ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ പേര്, ഓർഗനൈസേഷൻ്റെ പേര്, അഡ്രസ്സ്, ഇതിനാണ് ഓപ്ഷനുള്ളൂ. ഈ ഓർഗനൈസേഷൻ്റെ പേര് എഴുതണം ബ്ലാങ്ക് ഇട്ടാൽ, എനിക്കൊരു ഓർഗനൈസേഷൻ ഇല്ല, അതിൻ്റെ പേരിലല്ല ഞാൻ അപ്ലൈ ചെയ്തത്, ഞാൻ ഇൻഡിവിജ്വലായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടിയ സ്കോളർഷിപ്പാണ്. അപ്പോൾ എനിക്കതില്ലാത്തതുകൊണ്ട്, ബ്ലാങ്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ ഹരിതം എന്നെഴുതി, എൻ്റെ വീട്ടുപേര് എഴുതി. അപ്പം കത്ത് വരുന്നത് എങ്ങനെയാണെന്നല്ലോ, ഹോം അഫയേഴ്സിന് എൻ്റെ പേര് വെച്ചല്ല വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ കോൾഡ് ഹരിതം. അപ്പം പോലീസുകാരൻ വീട്ടിൽ വന്ന് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ഹരിതം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ടോന്ന്. ഇത് ഈ ഫോമിൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ്. ഇങ്ങനെ ചില കുഴപ്പങ്ങൾ ആർക്ക് പറ്റിയിട്ടുണ്ട്? ഗ്രീൻ പീസിന് പറ്റിയിട്ടുണ്ട്. അതെല്ലാവർക്കും പറ്റും. അത് ഫൈൻ അടച്ചാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഗ്രീൻ പീസിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് വേട്ടയാടി അവരെ നശിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പിന് വലിയ പങ്കുണ്ട്. കാരണം അദാനി ഗ്രൂപ്പിൻ്റെ കോൾ മൈനിനു വേണ്ടി ഓസ്ട്രേലിയയിൽ FBI കൊടുത്ത 9,000 കോടി രൂപയുടെ ലോണിനെതിരായി അവിടെ സമരം ചെയ്ത ആളുകളാണ് ഗ്രീൻ പീസുകാർ. ഇന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ട സമരങ്ങളൊന്നും ഇവർക്ക് കുഴപ്പമില്ല. കാരണം ഇവന്മാർ കുറേ കുരയ്ക്കുമ്പോൾ നിർത്തിക്കോളും. കൂടിപ്പോയാൽ സുപ്രീം കോടതി പോകും. അവസാനം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ദത്തുവിനെ വിളിച്ച് ഫോണിൽ രാത്രി പറഞ്ഞാൽ ഈ സംഗതി ഡീൽ ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ ഭരിക്കുന്ന ആളുകൾക്കുണ്ട്. അതേസമയം അങ്ങനെ ഒരു ധാരണ സിവിലൈസ്ഡ് ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ, സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ ഉള്ള ഏറ്റവും തറ മാഗസിൻ നിങ്ങൾ എടുത്തു നോക്കൂ. ആ തറ മാഗസിൻ്റെ ഔട്ടർ കവർ, ഇന്നർ കവറിൽ ഒരു പരസ്യമുണ്ടെങ്കിൽ ആ പരസ്യത്തിൽ 5 മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഒരു മുയൽ അതിനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പരസ്യം ഞാൻ കണ്ടു. അതിൻ്റെ താഴെ അവർ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ പരസ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു ജീവിയെയും വേട്ടയാടിയിട്ടില്ല, ഈ കാണുന്നത് മെഴുകു പ്രതിമകളാണ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പരസ്യത്തിന് വേണ്ടി മീനിനെ പിടിച്ച് തൂക്കിയിട്ടിട്ടോ അല്ലെങ്കിൽ മുയലിനെ പിടിച്ചിട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഈ പ്രോഡക്റ്റ് ബഹിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ആളുകൾ എത്ര സിവിലൈസ്ഡ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. സ്കാൻഡിനേവിയൻ കൺട്രികളിൽ ഇങ്ങനെ പോലുമുള്ള സ്ഥലങ്ങളിൽ ഇത് നടക്കും. അപ്പോൾ ഗ്രീൻ പീസ് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നുള്ളതാണ് BJPയുടെ കുഴപ്പം. BJPയുടെ പ്രശ്നം കൂടി അത് ഇത്രയും പറഞ്ഞുകൊണ്ട് പറയാം. BJP പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു സംഘടനയാണെന്നാണല്ലോ വെപ്പ്. ഇന്ത്യയിൽ ഹിന്ദുത്വം സംരക്ഷിക്കുന്നവരാണല്ലോ. വൈഷ്ണവ പുരാണത്തിൽ പരാമർശമുള്ള പരശുരാം കുണ്ട് എന്നറിയപ്പെടുന്ന ഏറ്റവും പുണ്യപുരാതനമായ ഹിമാലയത്തിലെ ഒരു പുണ്യസ്ഥാനമുണ്ട്. ആ പുണ്യസ്ഥാനം ഒരു സരസ്വതി നദിയല്ല, അങ്ങനെ ഏതോ ഒരു നദി, ആ നദിയുടെ തീരത്തുള്ള ഒരു പ്രദേശമാണ്. ഏറ്റവും ഉയർന്ന ആയിട്ടുള്ളൊരു പ്രദേശമാണ്. ആ നദിയിൽ 22 ഡാമുകളാണ് വരാൻ പോകുന്നത്. അതിൽ 2 ഡാമുകൾ പണിയുന്ന ഒരു പ്രത്യേക കമ്പനിയാണ്, ബാക്കി 20 ഡാമുകളും വേറൊരു കമ്പനിയാണ്. അപ്പോൾ പരിസ്ഥിതി അതോറിറ്റിയിൽ ഇതിൻ്റെ ക്ലിയറൻസിന് വന്നപ്പോൾ ഈ ക്ലിയറൻസ് കൊടുക്കാനിരിക്കുന്ന എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ആൾ, അദ്ദേഹമാണ് ഈ കമ്പനിയുടെ ഡയറക്ടർ. ഈ ഡാം ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രോജക്റ്റ് ശരിയാണോ തെറ്റാണോ എന്ന് അവിടെ ഇരുന്ന് പരിശോധിക്കുകയും അദ്ദേഹം അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ക്ലിയറൻസ് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവസാനിച്ചില്ല. 22 പ്രോജക്റ്റുകൾ അപ്രൈസലിന് വന്നതിൽ ഈ 2 പ്രോജക്റ്റുകൾ അനുവദിക്കുകയും ബാക്കി 20 പ്രോജക്റ്റുകൾ തള്ളുകയും ഈ 20 പ്രോജക്റ്റുകളും പരിസ്ഥിതി ആഘാതം ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ട് വരാൻ പറയുകയും ചെയ്തു. ഈ 2 മാത്രം അതില്ല. ഈ ക്ലിയറൻസ് കിട്ടിയ 2 പ്രോജക്റ്റുകളുടെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലാണ് പരശുരാം കുണ്ടെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഒരുപക്ഷെ അവിടെ സന്ദർശനം നടത്തുന്ന ഒരു പുണ്യപുരാണ സ്ഥലമുള്ളത്. അത് അവിടുത്തെ RSS ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സ്പോട്ടാണ്. നിങ്ങൾ അടിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്രോജക്റ്റിന് ക്ലിയറൻസ് കിട്ടിയതിനെതിരായി അവിടുത്തെ RSS നേതാക്കൾ ശക്തമായി പ്രതികരിച്ചു. സർക്കാർ മാറി, പുതിയ സർക്കാർ വന്നു. ഗ്രീൻ ട്രൈബ്യൂണലിൽ കേസ് നടക്കുകയാണ്. ഗ്രീൻ ട്രൈബ്യൂണലിൽ ഇതിലും വലിയ കള്ളക്കളികൾ നടന്നു. അത് പരസ്യമായ ഒരു വേദിയിൽ പറയാൻ പറ്റാത്ത പല കള്ളക്കളികളിലും ഗ്രീൻ ട്രൈബ്യൂണലിൽ നടന്നു. ബെഞ്ചുകൾ മാറുന്നു, ജഡ്ജിമാർ വളയുന്നു, മറിയുന്നു തുടങ്ങിയ പല സംഗതികളും നടന്നു. ഒടുക്കം വാദത്തിന് വന്നപ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ വക്കീൽ മാറുമ്പോൾ BJP ഗവൺമെൻറ് വക്കീൽ വരുമല്ലോ. RSSൻ്റെ നേതാവ് നാഗ്പൂരിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു, നമ്മളുടെ പ്രോജക്റ്റാണ്, സഹായിക്കണം, നാളെ വാദം തുടങ്ങുകയാണ്. നമ്മുടെ കക്ഷി RSS നേതാവിനെ പോയി കണ്ടിട്ട് പറയുകയാണ്, നീ സഹായിക്കണം. അപ്പോൾ അദ്ദേഹം വിളിച്ച് പറയുകയാണ്, സഹായിക്കണം.
പരിസ്ഥിതി മന്ത്രി പറഞ്ഞു എനിക്ക് പരിമിതിയുണ്ട്, കൾച്ചറൽ മിനിസ്ട്രി ടൂറിസം മിനിസ്ട്രിയാണ് നടപടിയെടുക്കുന്നത്, കാരണം കൾച്ചറൽ സ്പോട്ടാണ് ടൂറിസം സ്പോട്ടുമാണ്. അയാളുടെ ഒരു കത്ത് കൊണ്ടുവന്നാൽ ഞാൻ നടപടിയെടുക്കാം. ഇദ്ദേഹം പോയി 6 മണിയായപ്പോൾ കൾച്ചറൽ മിനിസ്റ്ററെ വിളിക്കുന്നു, വരാൻ പറയുന്നു, പറന്നെത്തുന്നു. 6 മണിക്ക് കൾച്ചറൽ മിനിസ്റ്റർ കത്ത് കൊടുക്കുന്നു, ഈ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആ കത്ത് വാങ്ങുന്നു. അദ്ദേഹം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിന് കത്ത് എഴുതുന്നു, അല്ല സോളിസിറ്റർ ജനറലിന് കത്ത് എഴുതുന്നു, ഈ പ്രോജക്റ്റ് നമ്മൾ എതിർക്കണം, നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഈ പെറ്റീഷണറെ നാളെ കോടതിയിൽ. 7:30 ആകുമ്പോൾ കത്ത് കൊടുത്തു വിടുന്നു. ശുഭമായി പരിവസിച്ച് അവരെ ഇറങ്ങി കോടതിയിലേക്ക് പോകുന്നു. രാവിലെ 9 മണിയായപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ്, ഞങ്ങൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്ന, ഫ്രീ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന അഡ്വക്കേറ്റിന് ഒരു മെസ്സേജ് കിട്ടുന്നു. അദ്ദേഹം ഈ RSSകാരൻ്റെ മെസ്സേജാണ് കിട്ടുന്നത്. സോറി, ബിഗ് ബോസ് ഇൻ്റർവീൻഡ് എന്ന്. ബിഗ് ബോസ് രാത്രി 8 മണിയായപ്പോൾ 2 മന്ത്രിമാരെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മേലാൽ ഈ മാതിരി പരിപാടി കാണിച്ചു പോരുത്, നമ്മുടെ പ്രോജക്റ്റാണ്, തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഈ കത്ത് കീറിക്കളഞ്ഞ് ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഈ കമ്പനിക്ക് വേണ്ടി ഘോരഘോരമായി വാദിക്കുകയും ഏതാണ്ട് 5 ദിവസം നീണ്ടുനിന്ന വാദത്തിന് ശേഷം 1 മണിക്കൂർ കൊണ്ട് വിധി എഴുതുകയും, ഒറ്റ വരിയിൽ ഈ കേസുകളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വിധി എഴുതുകയും, അതിലൊരു ജഡ്ജി റിട്ടയർ ചെയ്തു പോയി. ഓപ്പൺ കോടതിയിൽ വിധി പറഞ്ഞതിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വീട്ടിലിരുന്നാണ് ജഡ്ജ്മെൻറ്റ് എഴുതി കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഞാനിത് വളരെ പരസ്യമായി പറയുന്നത്, എന്ത് സംഭവിച്ചാലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഏർപ്പെട്ടിരിക്കുന്ന പുഴുക്കുത്തുകൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പ്രോജക്റ്റിനെതിരായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന RSS നേതാവ് അതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞത്, ഇനി ഈ ചങ്ങാതിയെ താഴെ ഇറക്കിയാൽ മാത്രമേ ഞങ്ങളുടെ ഏരിയ രക്ഷപ്പെടൂ എന്നാണ്. അപ്പോൾ അതിനുശേഷം കൊക്കക്കോള സമരത്തിനെതിരായി വന്നിട്ടുള്ള, കേരളത്തിൽ കൊക്കക്കോള വിരുദ്ധ സമരം നടത്തിയത് സ്വദേശി ജാഗരൺ മഞ്ചാണ് അതിൻ്റെ പ്രധാന പങ്കുവച്ചത്. സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ ആളുകളെല്ലാം കൂടി കൊക്കക്കോളയ്ക്കെതിരെ കേസെടുക്കാമെന്ന് 2008 പറഞ്ഞ് ഇതുവരെ നടപ്പായിട്ടില്ല, അതുകൊണ്ട് അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൻ്റെ കോപ്പി ഉൾപ്പെടെ നിയമമന്ത്രിയായിട്ടുള്ള സദാനന്ദ ഗൗഡയെ കാണാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടെ പോയി. ഞാനന്ന് BTHലുണ്ടായിരുന്നു. സദാനന്ദ ഗൗഡയെ കണ്ട് അദ്ദേഹം ഈ പേപ്പർ കൊടുത്തു. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന BJP നേതാവ്, അദ്ദേഹത്തിന് വിഷമാവുമെന്ന് ഞാൻ അദ്ദേഹത്തിന് പേര് പറയുന്നില്ല, കേരളത്തിലെ സമുന്നതനായ BJP നേതാവ്, അദ്ദേഹം പറഞ്ഞു, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമരമാണ്, വി ഹാഡ് എ സപ്പോർട്ട് എഗെയിൻസ്റ്റ് ദ കൊക്കക്കോള പ്ലാന്റ്, വി ഷുഡ് സപ്പോർട്ട് ദിസ്. ഏർലിയർ UPA ഗവൺമെൻറ് ഹാഡ് ഗിവൻ എ റോങ് അഡ്വൈസ് ദാറ്റ് ദേ കനോട്ട് പ്രൊസീഡ് വിത്ത് കൊക്കക്കോള, സോ അവർ ഗവൺമെൻറ് ഷുഡ് സപ്പോർട്ട് ദിസ് എന്ന് പറഞ്ഞു. ആ സാധനം മേടിച്ചിട്ട് സെക്രട്ടറിയിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇയാളെ നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളെ കക്ഷികളോട് പറഞ്ഞു, see, I have no problem, but the big boss told me that you should not take any initiative against not only Coca-Cola, but you should not give a message that our government is against foreign investment, therefore no action against Coca-Cola, I am sorry എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂടെ വന്നിരുന്ന ആളുകൾ ഇത് ഞാൻ കേട്ടുപോയല്ലോ എന്നായിപ്പോയി. ഇതാണ് അവരുടെ ഗവൺമെൻറ് ഒരു അവസ്ഥ. അതുകൊണ്ട് പരിസ്ഥിതിക്ക് മാത്രമല്ല ഒരാൾക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അംബാനി നാളെ വന്ന് ഗുരുവായൂർ ടെമ്പിളോ വേണ്ട, നിങ്ങൾ അമ്പലത്തിൻ്റെ കാര്യം മാത്രം എടുത്താൽ പോരെ. തിരുവനന്തപുരത്ത് അമ്പലത്തിൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിൽ ഏതാനും മോഡി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. മിക്കവാറും ഓപ്പൺ ടെൻഡർ വിളിക്കും, അതും അദാനി കൊണ്ടുപോകും. വിഴിഞ്ഞം നടത്താൻ കാശില്ലെങ്കിൽ മിക്കവാറും തിരുവനന്തപുരത്ത് അമ്പലത്തിലെ കിടന്നുകൊണ്ടിരിക്കുന്ന പത്മനാഭനെ മിക്കവാറും ഏതെങ്കിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പുള്ളി തൂക്കി വയ്ക്കും. ഇതാണ് ആ ഗവൺമെൻറ്. കാരണം ആ ഗവൺമെൻറ് ഒരു സ്പോൺസേഡ് കമ്പനിയുടെ റിസൾട്ടാണ്. ഇന്ത്യയിലെ 2 കമ്പനികളാണ് കഴിഞ്ഞ ഇലക്ഷൻ സ്പോൺസർ ചെയ്തത്. അതിലൊന്ന് അദാനിയാണ്. അദാനിയേക്കാൾ പുറത്തു വരാനിരിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ പണം മുടക്കിയത് സൺ ഫാർമ എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. സൺ ഫാർമയുടെ വളർച്ച നോക്കിയാൽ അദാനി ഒന്നുമല്ല. സൺ ഫാർമയുടെ വളർച്ച നോക്കിയാൽ ലോകപ്രശസ്തരായിട്ടുള്ള ഒരു കമ്പനി, സ്മിത്ത് ക്ലൈം അല്ല, ഗ്ലാക്സോ അല്ല, മറ്റൊരു കമ്പനി, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, മരുന്ന് കമ്പനി. ആ കമ്പനിയെ സൺ ഫാർമ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. സൺ ഫാർമ പൂർണ്ണമായി അതിനെ വിഴുങ്ങിയിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും പണമുള്ള കമ്പനികളിലൊന്നായി സൺ ഫാർമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ മോഡി ചെന്നതിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യയിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് 8 ഇരട്ടി വില കൂടിയത്. ആരും പ്രതികരിച്ചില്ലല്ലോ. പെട്രോളിന് വില കൂടുമ്പോൾ നമ്മൾ പ്രതികരിക്കും, കാരണം എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ നിന്ന് അത് പോകുന്നുള്ളൂ. ജീവൻ രക്ഷാ മരുന്നിൻ്റെ വില കൂടിയത് അറിയണമെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിലൊരു ജീവൻ രക്ഷാ മരുന്നിൻ്റെ ആളുണ്ടായിരിക്കണം. 60,000 രൂപ ചെലവഴിച്ചുകൊണ്ടിരുന്ന ചില രോഗികൾ ഇന്ന് 1 ലക്ഷത്തിൽ പരം രൂപയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഹൈക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ, മോഡി സഞ്ചരിച്ച പ്രൈവറ്റ് ജെറ്റ് എന്ന് പറയുന്നത് സൺഫാർമയുടെ മുതലാളിയുടേതായിരുന്നു. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വരാനിരിക്കുന്ന സമൂഹം കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനെപ്പറ്റി വളരെ വിശദമായി നിങ്ങൾക്ക് വീണ്ടും ആലോചിക്കാം. നിങ്ങളുടെ യുക്തിചിന്തകൾക്ക് വിടുന്നു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടാവാം, വസ്തുതാപരമായ പെശകുകളുണ്ടാവാം, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.